സംസ്ഥാനത്തെ കടുത്ത ചൂടിൽ ജനജീവിതം പൊറുതിമുട്ടി എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാലക്കാട്ടെ താപനില 40°C കടന്നു. 12 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് തുടരുകയാണ്. 6 ജില്ലകളിൽ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം പറയുന്നു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വിനീഷ് കുമാറും, കൊച്ചിയിൽ നിന്ന് ബിപിൻ സി വിജയനും, കോഴിക്കോട് നിന്ന് ദീപക് തർമ്മടവും ചേരുകയാണ് ചൂടിൻ്റെ വാർത്തകളുമായി. നമുക്ക് ആദ്യം വിനീഷ് കുമാറിലേക്ക്. വിനീഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരം? വെരി ഗുഡ് മോർണിംഗ് SKN. എന്തായാലും ചൂട് അതിൻ്റെ പാരമ്യത്തിൽ സഹിക്കാൻ പറ്റാത്തതിലും അസഹനീയമായ രീതിയിലേക്ക് ഉഷ്ണം കടന്നിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ വേനൽ മഴ, അതിവേഗം തന്നെ വേനൽ മഴ ഉണ്ടായില്ലെങ്കിൽ കൂടുതൽ ജനജീവിതം ദുസ്സഹമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ തന്നെ വൈദ്യുതി നിയന്ത്രണമുണ്ടോ എന്ന ദിവസങ്ങളിലും രാത്രികളിൽ 1 മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂറോ വൈദ്യുതി നിലയ്ക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇത് കൂടുതൽ ആളുകൾക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. എന്തായാലും 6 ജില്ലകളിൽ ഇടമഴ ഉണ്ടാവും, അതായത് വേനൽ മഴ വരും ദിവസങ്ങൾ ഉണ്ടാവും എന്ന് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ഇതിൽ പ്രധാനമായും തിരുവനന്തപുരം, എറണാകുളം, തൃശ്ശൂർ, ഇടുക്കി, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ മഴ ഉണ്ടാവുമെന്നാണ് അറിയുന്നത്. ഇന്നലെ എറണാകുളം ജില്ലയിൽ മഴയുണ്ടായിരുന്നു. കോതമംഗലത്തെല്ലാം ശക്തമായ രീതിയിൽ തന്നെ മഴയുണ്ടായിരുന്നു. പ്രധാനമായും നമുക്ക് നോക്കുമ്പോൾ തിരുവനന്തപുരത്ത് 36°C മാത്രമാണുള്ളത്. പക്ഷേ പാലക്കാട് എത്തുമ്പോഴത്തേക്ക് അത് 40°ക്ക് മുകളിലെത്തുന്നുണ്ട്. കൊല്ലം ജില്ലയിൽ 39, കൊല്ലം ജില്ലയിലെ പുനലൂരിൽ വരുന്നത് 39.6°യാണ് വരുന്നത്. കടുത്ത ഉഷ്ണം തന്നെയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. എന്തായാലും ഹലോ, കേൾക്കുന്നു വിനീഷ് കുമാർ, താങ്കൾക്ക് തുടരാം. രാവിലെ 10 മണി, അതായത് രാവിലെ 10 മണിക്കും വൈകുന്നേരം 3 മണിക്കും ഇടയിലുള്ള സമയങ്ങളിൽ പരമാവധി പുറം ജോലികൾ ഒഴിവാക്കണമെന്നുള്ളൊരു കർശന നിർദ്ദേശം സർക്കാർ നൽകിയിട്ടുണ്ട്. ഈ സമയങ്ങളിൽ കെട്ടിട നിർമ്മാണം അതുപോലെ തന്നെ മറ്റു ജോലികളിൽ പരമാവധി ഏർപ്പെടരുത് എന്ന് തന്നെയാണ് പറയുന്നത്. ഒപ്പം തന്നെ ധരിക്കേണ്ട വസ്ത്രങ്ങളെക്കുറിച്ചെല്ലാം വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ പരമാവധി വെള്ളം കുടിക്കുക, അത്തരത്തിലുള്ള ഈ വറുത്തതും അതുപോലെയുള്ള ശരീരത്തിൽ ഓയിലി ഫുഡുകൾ പരമാവധി ഒഴിവാക്കുന്നത് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എന്തായാലും നമുക്കറിയാം സൂര്യാത സാധ്യത വളരെ കൂടുതലാണ്. ഒപ്പം തന്നെ സൂര്യാതപത്തിനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി വെള്ളം കുടിക്കുകയും അതുപോലെ തന്നെ ഈ സൺസ്ക്രീൻ പോലുള്ള ക്രീമുകളും മറ്റും പരമാവധി ഉപയോഗിക്കാനുള്ള നിർദ്ദേശമെല്ലാം തന്നെ പ്രകൃതി ദുരന്ത നിവാരണ വകുപ്പ് ഉൾപ്പെടെ പറയുന്നുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ ചൂട് വർദ്ധിക്കാനുള്ള സാധ്യത കൂടി പറയുന്നുണ്ട്. അതിൽ നമുക്ക് ആവശ്യം ഈ വേനൽ മഴയാണ്. ആ വേനൽ മഴയ്ക്ക് വേണ്ടി നമുക്ക് എന്തായാലും വരും ദിവസങ്ങളിൽ കാത്തിരിക്കേണ്ടി വരും. SKN. ഓക്കെ, താങ്ക് യു വിനീഷ് കുമാർ. ഇനി കൊച്ചിയിലേക്ക് ബിപിൻ സി വിജയൻ തത്സമയം ചേരുന്നു. ബിപിൻ, ഗുഡ് മോർണിംഗ്. പറയൂ ബിപിൻ, കൊച്ചിയിലെ അവസ്ഥ എന്താണ്? ഗുഡ് മോർണിംഗ് SKN. ചൂടോട് ചൂട്, അതാണ് കൊച്ചിയിലെയും അവസ്ഥ. വൈകിട്ട് ഒരു 5 മണിക്ക് ശേഷം മഴ പെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ചെറിയൊരു വേനൽ മഴയുണ്ട്. പക്ഷെ അതൊന്നും ആ ചൂടിനെ മറികടക്കാൻ പര്യാപ്തമാവുന്നില്ല എന്നാണ് ഒരു വസ്തുത. വൈകിട്ടാവുമ്പോൾ ഇപ്പോൾ കുളി കഴിഞ്ഞാൽ വീണ്ടും വേർത്ത് കുളിക്കുന്നു എന്നുള്ളതാണ് ഒരു പൊതു അവസ്ഥ. ഇവിടെ ഇടുക്കി ഒഴിച്ച് മറ്റെല്ലാ സ്ഥലങ്ങളിലും ഇന്നും യെല്ലോ അലേർട്ട് തുടരുകയാണ്. ഇടുക്കിയിൽ മാത്രമാണ് കുറച്ചെങ്കിലും അപ്പോൾ ചൂടിനൊരു കുറവ്. ഇപ്പോൾ എറണാകുളത്തൊക്കെ 37°യിലേക്ക് മാറിയിരിക്കുന്നു. ഞാൻ നിൽക്കുന്നത് എറണാകുളം മാർക്കറ്റിലാണ്. ഈ മാർക്കറ്റിനെ സംബന്ധിച്ച് 11 മണിക്ക് ശേഷം പുറത്തിറങ്ങരുത് എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. പക്ഷേ ഇവരുടെ ഒരു ജോലിയുടെ ഒരു സ്വഭാവം വെച്ച് എങ്ങനെ മാറി നിൽക്കാൻ കഴിയില്ല. കാരണം പച്ചക്കറി കച്ചവടമാണ്. അതുകൊണ്ട് തന്നെ അത് മാറി നിന്നുകൊണ്ട് ഈ വെയിലില് തണലത്തേക്ക് മാറലൊന്നും നടക്കില്ല. ഏട്ടാ, എങ്ങനെയുണ്ട് ചൂട്? വൻ ചൂട് എങ്ങനെയുണ്ട്? ഭയങ്കര ചൂട്, ഒരു തരത്തിലും സഹിക്കുന്നില്ല. എത്ര വെള്ളം കുടിച്ചാലും പിന്നെയും ദാഹം മുന്നോട്ട് നിൽക്കുന്നതല്ലാതെ ഒരു തരത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. നല്ലൊരു മഴ കിട്ടിയാൽ ഒരു ആശ്വാസം കിട്ടും. അസ്വസ്ഥത മാത്രമേ ഉള്ളൂ. രാവിലെ മുതൽ വൈകുന്നേരം വരെ അത് മാത്രമേ ഉള്ളൂ. ഇന്നലെ ഒരു ചെറിയൊരു മഴച്ചാറ്റൽ പോലെ ഉണ്ടായ ഒരു ചെറിയൊരു ആശ്വാസം കിട്ടി. അതെ അതെ, ഇന്നിപ്പോ വീണ്ടും തുടങ്ങി അത് തന്നെ അവസ്ഥ. രാവിലെ ഒരു 7 മണിയാകുമ്പോഴേക്കും തന്നെ നല്ല വെയിലല്ലേ? 7 മണിക്ക് നല്ല ചൂടാണ്, ഒരു തരത്തിലും സഹിക്കുന്നില്ല. അതാണ് ഈ ചൂടിൻ്റെ ഒപ്പം തന്നെ ഒരു അസ്വസ്ഥതയാണ്. അത് പോകുന്നില്ല, ഒരു പൊള്ളൽ ആകെ ശരീരത്തിൽ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് ഈ ആൾക്കാർ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വിദഗ്ധരൊക്കെ പറയുന്നത് ഈ അൾട്രാവയലറ്റ് രശ്മികളുടെ അതിൻ്റെ ഒരു തോതൊക്കെ വളരെ രീതിയിൽ നമ്മളുടെ ദേഹത്ത് കൊള്ളുന്നതിൻ്റെ ഒരു തോതൊക്കെ വളരെ കൂടുതലായിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ കണ്ടില്ലേ, ഇതിപ്പോൾ ഒരു കായക്കച്ചവടമാണ്. പക്ഷേ ഒരു ടാർപ്പായ പോലും ഇവിടെ ഇടാൻ പറ്റിയൊരു സംവിധാനം ഇല്ല അല്ലേ? ഈ ചൂട് എങ്ങനെ സഹിക്കുന്നു? സഹിക്കാതിരിക്കാൻ എങ്ങനെ? വീട്ടിൽ നിന്നാലും പോകണമല്ല, അതുകൊണ്ട് പോന്നെ. 8 മണിയാകുമ്പോൾ വെയിലാണ്, ഞാനങ്ങനെ പൊള്ളി പോണേണു. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും?
വീട്ടിലിരുന്ന് കിടന്ന് ഉറങ്ങും, ടി വിയും കാണും, അത്രേ ഉള്ളൂ. ഇവിടെ വരുമ്പോൾ ആൾക്കാരെ കാണാമെന്ന് മാത്രം, കച്ചവടത്തിനല്ല. അങ്ങനെ തട്ടിമുട്ടി പോണു. ഒരു 8 മണിയൊക്കെ കഴിഞ്ഞാൽ ആളുകൾ സാധനങ്ങൾ വാങ്ങാൻ വരുന്നുണ്ടോ? ഇല്ല, 8 മണിക്ക് മുമ്പ് വന്നാൽ പോയി. ഇനി വണ്ടി പിന്നെ ആൾക്കാരെ കാണും. കാരണം എല്ലാത്തിനും ഇതിന് മാത്രമേ വില കുറവുള്ളൂ, ബാക്കി പച്ചക്കറിക്കൊക്കെ വില കൂടുതലാണ്. അതുകൊണ്ടുകൂടി വരില്ല. ആ, നശിക്കുന്നുണ്ടോ ഇത്രയും വെയിൽ ഒരുമിച്ച് കൊള്ളുമ്പോൾ? തീരുന്നതിലും മൂടിയിട്ട് പോവും, കാലത്തിനും പാടിയിരിക്കും. അതാണ് കണ്ടീഷൻ. പാടി കഴിഞ്ഞാൽ വാങ്ങുന്നില്ല, പോവില്ല. എല്ലാം എന്ത് ചെയ്യാൻ പറ്റും? 50 കൊല്ലം എടുക്കണടുത്ത് 10 കൊല്ലം എടുക്കണുള്ളൂ. എന്നിട്ട് തന്നെ കഷ്ടിച്ചാണ് പോണത്. രാത്രി ഉറങ്ങാനൊക്കെ സാധിക്കുന്നുണ്ടോ? ഉറങ്ങണുണ്ട്, അല്ല ഇപ്പം എന്ത് ചെയ്യാൻ? ഉറങ്ങാതിരിക്കാൻ പറ്റുമോ? ഉറങ്ങണുണ്ട്, എല്ലാം രക്ഷയില്ല. ഉറക്കം പോയില്ലെങ്കിൽ നമ്മുടെ ആരും പോയല്ല, ഉറക്കമുണ്ട്. അതാണ് ചുറ്റുപാട്. യെസ്. അപ്പോൾ SK, ഈ ഒരു ചൂട് അത് സമസ്ത മേഖലകളെയും ബാധിക്കുന്നു എന്നുള്ളതാണ്. ഇതാണിപ്പോൾ ഒരു കച്ചവടത്തിന്റെ ഒരു അവസ്ഥ. കാരണം ഒരു 8 മണി കഴിഞ്ഞാൽ ആളുകൾ വാങ്ങാൻ വരുന്നതും അതിന്റെ ഒരു തോതൊക്കെ കുറഞ്ഞിരിക്കുന്നു. സാധനങ്ങൾ വാങ്ങാനൊക്കെ ആളുകൾ വരുന്നുണ്ടോ? ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ വെയിലിന്റെ ചൂട് സഹിക്കാൻ പാടില്ല, അത്രേ ഉള്ളൂ. നല്ല ഭയങ്കര ചൂട്. അതാണ് എല്ലാവർക്കും പറയാനുള്ളത്. സമാനമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ വേനൽമഴ കഴിഞ്ഞ 2 ദിവസം പെയ്തു. അത് കുറച്ച് ദിവസങ്ങൾ നീണ്ടു നിന്നാൽ മാത്രമായിരിക്കും കുറച്ചെങ്കിലും ഒരു ആശ്വാസം ഉണ്ടാവുക. പുറത്തിറങ്ങുമ്പോൾ ഈ ഒരു സൂര്യതാപം ഏൽക്കാനുള്ള സാധ്യത കൂടി എല്ലാവരും കണക്കാക്കണമെന്നുള്ളത് കൂടിയാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. SK. ഓക്കെ, താങ്ക് യു ബിപിൻ സി വിജയൻ, രഞ്ജി വർഗീസ്, അസൈനാർ തുടങ്ങി കുറച്ച് പ്രേക്ഷകർ ഞാൻ ഡേ മാറി പറഞ്ഞത് അറിയിച്ചിരിക്കുന്നു. ഇന്ന് ചൊവ്വാഴ്ചയാണ്, ഏപ്രിൽ 21-ാം തീയതി. പിഴവ് പറ്റിയതിൽ ക്ഷമിക്കുക. ഇനി കോഴിക്കോട്ടേക്ക് ദീപക് തർമ്മടം തത്സമയം ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്, പറയും. വെരി ഗുഡ് മോർണിംഗ് SK. SK, ഈ മേടച്ചൂടിൽ അക്ഷരാർത്ഥത്തിൽ ചുട്ടുപൊള്ളുകയാണ്. ഇപ്പോൾ 7 മണി നേരമാണ്. 7 മണി നേരത്ത് പോലും നമുക്ക് പുറത്തിറങ്ങി നിൽക്കാൻ പറ്റാത്ത അത്രയും ചൂടാണ്. സാധാരണ കാലത്ത് ഈ സമയത്ത് പ്രഭാത സവാരിയുടെ സമയമാണ്, വലിയ ചൂടുണ്ടാകാറില്ല. പക്ഷേ വലിയ ചൂടാണ്. ഞാനിപ്പോൾ മാവൂർ റോഡിലാണുള്ളത്. മാവൂർ റോഡിൽ നമ്മൾ ഈ ചൂട് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ ഒന്ന് നമ്മൾ നോക്കാം, അവരുടെ അവസ്ഥ എന്താണെന്ന് ചോദിക്കാം. എങ്ങനെയുണ്ട് ചൂട്? എങ്ങനെയുണ്ട് ചൂടത്ത് പണിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണോ? ചൂട് സൂപ്പറല്ലേ, വളരെ ചൂടാ, ഭയങ്കര ചൂടാ. ഓട്ടോ ഡ്രൈവർമാരൊക്കെയാണല്ലോ ഏറ്റവും കൂടുതൽ ഈ ഉച്ചനേരത്ത് വണ്ടി ഓടിക്കേണ്ടി വരുന്നത്. ഞാൻ നല്ല ചൂടെന്നാ, ഭയങ്കര ചൂടാ. ഒന്നാമത് റെക്സിനായതുകൊണ്ടേ ഭയങ്കര ചൂടാ, നല്ല ബുദ്ധിമുട്ട് തന്നെ ഉണ്ട്. ഈ ആൾക്കാർ പുറത്തിറങ്ങുന്ന കുറയുന്നുണ്ടോ? കുറേ നല്ല കുറവുണ്ട്, നല്ല കുറവുണ്ട്. അതുകൊണ്ട് പണി കുറയും. പണി കുറവാ. SK, ഇത് നടന്നു പോകുന്ന ആൾക്കാരോട് നമുക്ക് ഇതാ ഒരു ലോട്ടറിക്കാരനെ കിട്ടിയിട്ടുണ്ട്. 2 പേര് ഇവിടെ ഉണ്ട്. ചേട്ടാ, എങ്ങനെയുണ്ട് ചൂടെന്താ അവസ്ഥ? ഭയങ്കര ചൂടാണ്. ഞാനിപ്പോൾ സെക്യൂരിറ്റി ജോലി ചെയ്യുന്ന ആളാണ്. ഭയങ്കര ചൂടാണ്, പുറത്തിറങ്ങാനൊക്കെ പറ്റാത്തൊരു അവസ്ഥയാണ്. ഒരു ലോട്ടറി ചേട്ടനെ കിട്ടിയിട്ടുണ്ട്. ലോട്ടറി ചേട്ടാ, ലോട്ടറി കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? ലോട്ടറി എണ്ണം കുറവാണല്ലോ, എന്താ കച്ചവടം കുറഞ്ഞു? ചൂട് കൊണ്ട് നടക്കാൻ പറ്റുന്നില്ല. നേരെ നോക്കിയിട്ട് പറ. ചൂട് കൊണ്ട് റോഡിൽ നടക്കാൻ പറ്റുന്നില്ല, ഭയങ്കര കഷ്ടപ്പാടാണ്. ഓക്കെ SK, ഇതാണ് അവസ്ഥ. ചൂട് കൊണ്ട് നടക്കാൻ പറ്റുന്നില്ല, ലോട്ടറി വിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു സെക്യൂരിറ്റി നമ്മൾ കണ്ടു, ഒരു ഓട്ടോ ഡ്രൈവറെ കണ്ടു, അതുപോലെ തന്നെ ഒരു ലോട്ടറി വിൽപ്പനക്കാരനെ കണ്ടു. ഇതാ സാധാരണ ജീവിതം നയിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ മേടച്ചൂട് അക്ഷരാർത്ഥത്തിൽ അവർക്ക് ജീവിത പ്രതിസന്ധിയാക്കുകയാണ്. കാരണം ഒന്ന് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. രണ്ടാമത്തെ കാര്യം, എങ്ങനെയുണ്ട് ചൂട്? എങ്ങനെയുണ്ട് ചൂട്? അടിപൊളിയല്ലേ? ഓ, പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല, അവസ്ഥയാണ്. ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർ ജോലി ഇപ്പൊ എന്താ ചെയ്യാ, നമ്മൾ എന്തായാലും ജോലി ചെയ്യണ്ടേ. അപ്പോൾ കഷ്ടപ്പെട്ട് ഞാൻ SK, ഇതാണ് അവസ്ഥ. രാവിലെ ജോലിക്ക് പോകുന്ന ഒരാളെയാണ് നമ്മൾ മാവൂർ റോഡിൽ പിടിച്ചു നിർത്തിയത്. അപ്പോൾ ഇവരെല്ലാം പറയുന്നത് ഈ മേടച്ചൂട് കൊണ്ട് പൊറുതിമുട്ടുന്നു എന്ന് തന്നെയാണ്. ജീവിക്കാൻ പറ്റുന്നില്ല, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ഇത് ചൂട് കൂടാനാണ് സാധ്യത, ഇടയ്ക്ക് വേനൽ മഴ ഉണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷേ എന്നാൽ കോഴിക്കോടൊന്നും വലിയ രീതിയിൽ വേനൽ മഴ കിട്ടിയിട്ടുമില്ല. മലബാറിൽ ഇതാണ് അവസ്ഥ. പൊതുവിൽ വയനാട് പോലും, അതായത് മലബാറിൽ സാധാരണ തണുപ്പുള്ള പ്രദേശമാണ് വയനാട്, വയനാട്ടിൽ പോലും ചൂടേറുന്നു എന്നുള്ളതാണ് വസ്തുത. SK. ഓക്കെ, താങ്ക് യു. ദീപക് തർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.